നരേന്ദ്രമോദിക്കാണ് ഓറ കൂടുതൽ. പിണറായി വിജയൻ ഓറയില്ല, PD സതീശനോ മുഖ്യമന്ത്രിക്കോ? ഓറ നമുക്ക് എൻലാർജ് ചെയ്യുന്ന ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ബ്രീത്ത് എടുക്കുന്ന മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ചെയ്യേണ്ടത് കാൽപാദത്തിലൂടെ എടുക്കുന്ന പോലെയാണ്. ഈ പെർഫ്യൂംസ് ഒക്കെ നമ്മുടെ ചക്രാസിനെ ബൂസ്റ്റ് ചെയ്യും. നമുക്ക് ഈ സൂപ്പറിംഗ് എഫക്ട് കിട്ടുന്നതിന്റെ പിന്നിൽ രഹസ്യത. രണ്ട് വ്യത്യസ്തമായ ഓറയുള്ള രണ്ട് നമ്മൾ നോക്കുന്നത് ജാതക പൊരുത്തം, മനപ്പൊരുത്തം. ഇവര് നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചാടി കയറി കല്യാണം കഴിക്കാതിരിക്കുക. ഈ പ്രാക്ക്, കണ്ണ് ദോഷം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മൾ റിസീവ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ കുട്ടിക്കാലത്തെ കേട്ടുവല്ലേ അയാൾ പൊട്ടാണ്, നമുക്കതൊരു വിശ്വാസം കിടക്കല്ലേ. നമ്മൾ കൊച്ചി മെട്രോ നഗരത്തിൽ വന്ന് കിടന്നാലും അങ്ങനെ ഒരു സംഭവമാണെന്ന് തോന്നിയാൽ നമ്മള് മറ്റേ മുളകും ഉപ്പും കൂടിട്ട് ഒഴിഞ്ഞ് തീ കൊണ്ടിടത്തില്ലേ? ഇടും, ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ അയാളെ കണ്ണിന്റെ ഇത് പോവോ? പോവാറുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് ചിലപ്പോ ഒരു ശകല പോലും പണം വരത്തില്ലെന്നേ. അത് നമ്മുടെ വിശ്വാസമാണ്. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി. അപ്പൊ നമ്മൾ എന്തായി, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് ഇപ്പൊ സ്മെല്ല് വന്ന് അല്ലെങ്കിൽ സ്മെല്ല് വന്നില്ല അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്ന കണ്ട നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാ. എന്താ സംഭവം അവിടെ നടന്നിട്ടുണ്ട്, വർക്കായി, ഇനി പേടിക്കണ്ട. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാ. ഇത് ആദ്യം അങ്ങ് ചെയ്താൽ മതി. ആരെന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ പറയരുത്. ഞങ്ങൾ പുതിയ പ്രൊഡക്റ്റ് ഇറക്കാനിരിക്കുകയാണ്. പ്രശ്നമല്ലേ, എല്ലാം വലിയ ഗ്യാസ് അല്ലേ. ഇൻഡക്ഷൻ കുക്കിംഗ് ഗ്യാസുമാണ്, ഇൻഡക്ഷൻ കുക്കറും ഗ്യാസുമാണ്. അടുപ്പില്ലല്ലോ. ഇത് രാവിലെ ഒന്ന് ഒഴിഞ്ഞിടണം എന്ന് വെച്ചാൽ അടുപ്പുണ്ടോ? ഇത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഉപ്പ്, മുളക്, ഇതിനകത്ത് ചേർക്കേണ്ട അരിവേപ്പ് പോലെ ഈ ദൃഷ്ടിദോഷം ഒഴിവാക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ. ഇത് രാവിലെ ഒഴിഞ്ഞ് തീപ്പെട്ടി വരച്ച് കത്തിച്ച് അവിടെ വെച്ചിട്ട് പോവാം. അപ്പോൾ ഓറയിലേക്ക് തിരിച്ചു വരാം. എന്നോട് ഒരിക്കൽ നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ ഉണ്ട് ചാനലിൽ ഒരു സാറ്, വേണ്ടപ്പെട്ടൊരു സാറ്, അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഓറയെ കുറിച്ചിട്ട്. രാഷ്ട്രീയം പറയാമല്ലോ കേട്ടോ, സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയെ കാണുമ്പോൾ നമുക്ക് ഒരു ഓറ ഫീൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ നരേന്ദ്രമോദിക്കും പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ഓറയുള്ളത്. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? കണ്ണൂരുകാരിയാണ്, സൂക്ഷിച്ച് ഉത്തരം പറയണം. നരേന്ദ്രമോദിക്കാണ് ഓറ കൂടുതൽ. പിണറായി വിജയൻ ഓറയില്ല, PD സതീശനോ മുഖ്യമന്ത്രിക്കോ? കമ്പാരിറ്റീവ്ലി PD സതീശനാണ് ഓറ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറ് പറഞ്ഞല്ലോ പിണറായി വിജയന്റെ ഓറ. അപ്പൊ അദ്ദേഹം പിണറായി വിജയന്റെ ഓറയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. PD സതീശൻ ഓറയുള്ള ആളാണ്. ഇവരുടെ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഡ്രസ്സിങ്ങും പരിപാടിയൊക്കെ വെച്ചിട്ടാണ് ഈ ഓറയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്, മുടിയില്ല, എന്റെ താടിയൊക്കെ ഒരു ഷേപ്പ് ഇല്ലാതെ വല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ ഇച്ചിരിയും കൂടി ഒരു എന്താ പറയാ, ഒരു സാത്വിക ഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളർത്തി നോക്കുക ശരിയാവുന്നില്ല. അതേസമയം എനിക്ക് മുടിയൊക്കെ വെച്ച് താടിയൊക്കെ ഞാൻ ഷേപ്പ് ചെയ്ത് വൃത്തിയായിട്ടൊക്കെ വന്നിരുന്ന നല്ലൊരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് മുണ്ടൊക്കെ നല്ലതായിട്ട് നോക്കി കൊടുത്ത് വന്നിരുന്നാൽ ഓറയിൽ മാറ്റം ഉണ്ടെന്ന് തോന്നില്ലേ? അത് കാണുന്ന കാഴ്ചയിൽ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് തോന്നാം ആരോഗ്യത്തിന് ഇപ്പോൾ ഭയങ്കര എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല ഓറയുള്ള നമ്മൾ കേട്ട് വന്ന ആള് ശ്രീ ശങ്കരാചാര്യരെ കണ്ടിട്ടുണ്ടാവില്ലേ ഫോട്ടോസൊക്കെ? അദ്ദേഹം ഈ പറഞ്ഞ പോലെ വലിയ ഡ്രസ്സായി കൂളിംഗ് ഗ്ലാസും വെച്ച് ഷൂസും ഇട്ട് അല്ല. ഓക്കെ, ഏറ്റവും സാത്വികമായിട്ട് പരമശിവനോട് ഇരിക്കട്ടെ, നമുക്ക് മനുഷ്യന്മാരെ തൊട്ട് കളിക്കാം. ഓക്കെ, ശ്രീ ശങ്കരാചാര്യ, ശ്രീനാരായണ ഗുരു, വിവേകാനന്ദ സ്വാമികള്, ലുക്കാണ്, ഹാൻഡ്സം ഗൈ. ഓക്കെ, നമുക്ക് എന്താ ഇവരെ കാണുമ്പോൾ തോന്നുന്നേ? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. എനിക്ക് ഓറ ഇവരിലൊക്കെ കൂടുതൽ തോന്നി വേറൊരു സ്വാമി ഉണ്ട് കേരളത്തിൽ, ചട്ടമ്പി സ്വാമി. ചട്ടമ്പിസ്വാമിയുടെ നീണ്ട ദീക്ഷയും അദ്ദേഹത്തിന്റെ ഇരിപ്പും ഫോട്ടോസ്. ഇതുപോലെ പലരും, ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ കാഷായ വേഷം ധരിച്ചിട്ട്. എത്രയോ സ്വാമിമാരെ നമ്മൾ ഏതൊക്കെ അമ്പലങ്ങളിൽ കാണുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, കാണുന്നുണ്ട്. ഈ ഓറ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഉണ്ടാവില്ല, ഈ ഓറ ഉണ്ടാവില്ല. അതായത് ഈ ശ്രീശങ്കരാചാര്യരുടെ ഒക്കെ ഫേസിൽ നമുക്ക് നോക്കുമ്പോൾ, നമ്മൾ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? ആ ഫോട്ടോസിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി വൈബുണ്ട്, ഇത്രയും ദൈവികതയാണ് അത്. സാധാരണ, അതായത് ഞാൻ പറഞ്ഞു വന്നത് വേഷത്തിലല്ല ഓറയിരിക്കുന്നത്,
മനസ്സിലായോ? ഈ ശ്രുതി സീതാരാമന്റെ പഴയ കാലം ഉണ്ടല്ലോ, റേക്ക് പഠിക്കുന്നതിന് മുമ്പ്, ഉണ്ട്. അന്നത്തെ ഒരു ഫോട്ടോ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഇവിടെ തരുമോ? ഇനി അത് വ്യത്യാസമുണ്ട്. ഓറെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ടൂൾ വെച്ചിട്ട്? ക്രില്യൻ ക്യാമറ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്തിട്ട് പെൻഡലം വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയാം, ചെയ്യുന്നവരുണ്ട്. അതാണ് ചോദിച്ചത്. ഓറയെ സെൻസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്വയം. ആ നമുക്ക് നമ്മുടെ ഓറയെ ടച്ച് ചെയ്യാൻ പറ്റും. അത് പറ്റും. നമ്മൾ ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെയല്ല, പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ സമയത്ത് ഓറ നമുക്ക് എൻലാർജ് ചെയ്യുന്ന ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ബ്രീത്ത് എടുക്കുന്ന മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുന്നുണ്ടെങ്കിലും ഇന്റന്റ് ചെയ്യേണ്ടത് കാൽപാദത്തിലൂടെ എടുക്കുന്ന പോലെയാണ്. അതൊരു ടെക്നിക്കാണ്. എന്നിട്ട് നമ്മൾ ശിരസിന്റെ മുകളിലൊക്കെ എടുത്ത് താഴോട്ട്, അതൊരു ചെറിയ ടെക്നിക്ക്. അത് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിക്കുക, മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഓറ തന്നെ നമ്മുടെ കയ്യിൽ വന്നിട്ട് ടച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഓറ നോക്കുന്ന ടെക്നിക്ക്, അതൊക്കെ എങ്ങനെ നമുക്ക് സാധിക്കുന്നേ? അതൊരു എനർജി ഫീൽഡാണ്. അതുകൊണ്ടാണ് നമുക്കതിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്, ഫീൽ ചെയ്യുന്നത്. ഈ ഇപ്പം ശ്രീനാരായണ ഗുരുദേവനും ശങ്കരാചാര്യരും ഒക്കെ പറഞ്ഞ ഹയസ്റ്റ് ആളുകളാണ്. സാധാരണക്കാരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓറ നമുക്ക് മെന്റൽ പവർ കൊണ്ട് മാത്രമല്ലാണ്ട് ഇരിക്കുന്ന ഒരു ആംബിയൻസ് കൊണ്ട്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കൊണ്ടൊക്കെ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യും, ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പറ്റില്ലേ? ഉണ്ടെന്ന് തോന്നിപ്പിക്കാനോ? അങ്ങനെ പറ്റും. മേ ബി ഇപ്പം താങ്കൾ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വരികയാണ്, നമ്മൾ കോറിഡോർ വെച്ചിട്ടാണ് കാണുന്നതെന്ന് വെക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടാ ആദ്യമായിട്ട് കാണുന്ന രണ്ടുപേരാണെങ്കിൽ ഓക്കെ. അതേസമയം താങ്കൾ എൻ്റെ ക്യാബിനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അതിൻ്റെതായ ഒരു ആംബിയൻസ് ഒക്കെ, അവിടുത്തെ എനർജി മാറി. ഓക്കെ, ഒന്ന് അഗ്നി എനർജി ചേഞ്ച് ആക്കും. കർപ്പൂരം പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ചന്ദനത്തിരി ആണെങ്കിലും എല്ലാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളത്തിൽ പൂവും കൂടി ഇട്ട് വെച്ചാൽ ശുഭം. ഈ അഗ്നി പഞ്ചഗവ്യം കൊണ്ടുണ്ടാക്കിയ ബേസിലുണ്ടാക്കിയ വിളക്കിൽ നെയ്യ് ഒഴിച്ച എള്ളുതിരിയാണെങ്കിലോ? അതന്നാ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ പറഞ്ഞു, അത് ഞങ്ങൾ അടുത്ത പ്രൊഡക്റ്റാ. എന്നെ വെച്ച് നിങ്ങൾ പരസ്യം ചെയ്യുവാണോ? ഇല്ലാണ്ടില്ല. ഓക്കെ, ഇതുപോലെ ഞാൻ പറയാം, നമ്മുടെ വീട്ടില് കിച്ചണിന്റെ അകത്തുള്ള എനർജി അല്ല നമ്മുടെ ബെഡ്റൂമിലുള്ളത്. അല്ല, ആ എനർജി അല്ല നമ്മുടെ പൂജാമുറി, ആ വൈബല്ല നമ്മുടെ ബാൽക്കണി. കറക്റ്റ് അല്ലേ? എന്താ വ്യത്യാസം? അവിടെ യൂസ് ആക്കുന്ന പ്രോഡക്ട്സ്, അവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ? ഈവൻ കിഡ്സിന്റെ റൂമും മാസ്റ്റർ ബെഡ്റൂമും തമ്മിൽ പോലും ഡിഫറൻസ് ഉണ്ട്. അവിടെയുള്ള ഒബ്ജക്ട്സ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം, എന്തിന് നമ്മൾ യൂസ് ആക്കുന്ന പെർഫ്യൂം എടുത്ത് നോക്കാം. ഞാനിപ്പോൾ സാൻഡലിന്റെ പെർഫ്യൂം അടിച്ചിട്ട് വരുന്നതും ഒരു വേറെ ഏതെങ്കിലും അറേബ്യന് വേറെ എന്തെങ്കിലും, അതിലൊരു വൈബ് വ്യത്യാസം ഇല്ലേ? അതായത് നമുക്ക് മണത്തിലൂടെ എനർജി ചേഞ്ച് ആക്കാൻ പറ്റും, അഗ്നിയിലൂടെ എല്ലാം നമുക്ക് വെള്ളത്തിലൂടെയൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റും. ഞാനൊരു പെർഫ്യൂമിന്റെ ഒരു ഫ്രാഗ്രൻസ് തിരക്കി ഇങ്ങനെ പല ഉണ്ടാക്കി കൊടുക്കുന്ന പലരെയും തിരക്കി, ഇവരെല്ലാം ഞങ്ങളുടെ ഇതൊക്കെ ഉള്ളൂ, നമുക്ക് വേണ്ടുന്ന അതല്ല, കുറച്ചും കൂടി ഒരു ഡിവൈൻ ആയിട്ട് തോന്നുന്നു. സർപ്പഗന്ധി അതെവിടെ കിട്ടും? ഓൺലൈനിലൊക്കെ കിട്ടും. അതൊന്നും അല്ല യഥാർത്ഥം. അല്ല, ഞാനിത് എനിക്ക് ഉപയോഗിക്കാനല്ല, അല്ല ഞാൻ പറയാണ്, ഞാൻ യൂസ് ആക്കിയതില് ഞാൻ സ്മെല് ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു ഇത്രയും സൂത്തണിങ് എഫക്റ്റ് കിട്ടിയതൊരു സർപ്പഗന്ധി ആണല്ലേ? കോസ്റ്റ്ലി ആണോ? വലിയ കോസ്റ്റ്ലി ഒന്നുമില്ല. ഇത് പരസ്യമല്ല കേട്ടോ. അല്ല, അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. 1000 ഇത് അതിന്റെ പരസ്യമല്ല. നമുക്ക് യൂസ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിലൊക്കെ പോയാൽ കിട്ടുന്നൊരു ഒരു സ്മെല്ലില്ലേ? എനിക്കൊന്ന് വ്യാസൻ ആനയും അമ്പലത്തില് കുറെ കളഭം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ, ഞാനെന്ത് വ്യാസനെ വിളിച്ച് ചോദിച്ചു. എന്റെ സ്റ്റുഡൻസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട് പെർഫ്യൂംസ്. നമുക്ക് സ്റ്റുഡൻസ് ഇല്ലല്ലോ ഗിഫ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ വ്യാസനോട് വിളിച്ച് ഞാൻ റേറ്റ് ഒക്കെ ഇന്ന് ചോദിച്ചു. വ്യാസം നമ്പർ ഉണ്ട്, അതിൽ പേജിൽ വിളിച്ചാൽ മതി. പക്ഷെ കളവ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനെക്കാളും നമുക്ക് കുറച്ചുകൂടി ഒരു സൂത്തനിങ്. നമുക്കത് അടിച്ചു കഴിഞ്ഞാല് നമ്മളൊന്ന് അതിന്റെ പിന്നിൽ രഹസ്യമുണ്ട്. ഈ പെർഫ്യൂംസ് ഒക്കെ നമ്മുടെ ചക്രാസിനെ ബൂസ്റ്റ് ചെയ്യും. മനസ്സിലായോ? നമുക്ക് ഓരോ ചക്രാസിന് കണക്കായിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. അതായത് സ്മെല്ല്, 7 ചക്രാസിന് ഉപയോഗിക്കുന്ന സ്മെല്ലുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതായിട്ട് അറിയാം. വെച്ചാൽ ഇൻഡെപ്തിൽ നമുക്ക് ഇതിലൊക്കെ കിട്ടും, ആമസോണിൽ ഇതിലൊക്കെ കിട്ടും ചക്രാസ് റിലേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ്. ചില ഹീലേഴ്സ് അത് നമ്മൾ യൂസ് ആക്കുന്ന സമയത്ത് നമുക്ക് ഈ സൂത്തണിങ് എഫക്റ്റ് കിട്ടുന്നതിന്റെ പിന്നിൽ രഹസ്യത.
അപ്പൊ എനിക്ക് ഗുരു ശിഷ്യന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത തവണ താങ്കൾ വരുമ്പോൾ സർപ്പഗതി വാങ്ങിയിട്ട് വരണം എന്ന് പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് വാക്ക് തരണം. വാക്ക് തരണം. കൊറിയർ അയച്ചാലും മതി, അഡ്രസ് അയച്ചു തരാം. ആലോചിക്കാം. ഓറ, ഓറയിൽ നിന്ന് ഇനി റിലേഷൻഷിപ്പിലേക്ക്. ഈ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ രണ്ട് വ്യത്യസ്തമായ ഓറയുള്ള രണ്ട് പേർ. നമ്മൾ നോക്കുന്നത് ജാതക പൊരുത്തം, മനപ്പൊരുത്തം, ഇത് രണ്ടും നോക്കിയിട്ടാണല്ലോ കല്യാണം കഴിക്കുക. അതായത് ഒന്നുകിൽ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇവർ ജാതക പൊരുത്തവും സാമ്പത്തിക പൊരുത്തവും നോക്കും. ലവ് മാരേജ് ആണെങ്കിൽ അവര് അവരുടെ മനസ്സുകൾ തമ്മിൽ കണക്ട് ആവുന്നുണ്ടോ, ഓക്കെയാണോ. ഈ ഓറ പൊരുത്തം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരെ ഭാവിയിൽ വന്നുകൂടായില്ലല്ലോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. ആക്ച്വലി അതാണ് നോക്കേണ്ടത്, നമ്മുടെ എനർജിയാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഈ പറയുന്ന, ഞാൻ ജാതകത്തിലൊന്നും എതിരല്ല കേട്ടോ, വിശ്വാസമുള്ള ആൾ തന്നെയാണ്. പക്ഷേ നമ്മളൊരു വ്യക്തിയെ കണ്ട് അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ പറ്റി എന്ത് മനസ്സിലാവാനാ? ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരാളെ പോയി എന്റെ ലവ് മാരേജ് സി ലവ് മാരേജ് എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രണയിക്കുന്ന പോലല്ല ജീവിതം, രണ്ടും രണ്ടാണല്ലോ. ഓക്കെ, ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മളെ ആ സോളോ ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് പിന്നിൽ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ടാവും. മേ ബി അതൊരു കർമ്മ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോളിന് മറ്റേ സോളൊരു ലെസൺ പകർന്നു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു സോളിന് ഹയർ സെൽഫിലോട്ട് എത്താൻ വേണ്ടിയിട്ട് മറ്റേ സോള് ട്രിഗേഴ്സ് കൊടുക്കുക, എന്തും ആവാം. ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ്, നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അത് വന്നോട്ടെ. അപ്പൊ ഈ ഓറ പൊരുത്തം നോക്കേണ്ടതുണ്ടോ? അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഞാൻ പറയുന്നത്. മനസ്സിലാക്കുന്നത് എങ്ങനെയാ വെച്ചാല്, നമ്മളിപ്പോ ഒരാളെ മീറ്റ് ചെയ്യുന്നു, അയാളായിട്ടൊരു ഫ്രണ്ട്സിന്റെ കാര്യം എടുക്കാം, പിന്നെയല്ലേ ലെവലിലേക്കൊക്കെ പോണത്. ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വന്ന് അയാളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ആണോ വരുന്നത് നോക്കുക, എങ്കിൽ അയാളായിട്ടുള്ള ജീവിതം സക്സസ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എടുക്കരുത്. സൗഹൃദത്തിൽ സാധ്യമാണോ? എന്താണ് ജീവിതത്തിലേക്ക് എടുക്കരുതെന്നാണോ? ജീവിതത്തിലേ എടുക്ക വേണ്ട, അതിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു എനർജി നമ്മളെ ഡൗൺ ആക്കും. ചില വ്യക്തികൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ, ചില ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഒരാൾ വന്ന് ആ ഫ്രണ്ട്സിന്റെ കംപ്ലീറ്റ് വൈബിനെ ഹയർ ആക്കുന്ന അറിയാതെ ചെയ്യുന്നതാണെങ്കിലും ഇത് അതാ സോളിന്റെ. അയാളൊന്നും ചെയ്യണ്ട, ഇയാളൊന്നും ചെയ്യും. നമുക്ക് ആഭിചാരം ചെയ്തു അല്ലെ ബ്ലാക്ക് മാജിക് ചെയ്യല്ലേ നമുക്കിട്ട് പണിഞ്ഞു എന്നൊന്നും അല്ല ഞാൻ പറയണത്. ഇവര് നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചാടി കയറി കല്യാണം കഴിക്കാതിരിക്കുക, മനസ്സിലായോ? പെട്ടെന്ന് നമ്മളൊന്ന് സംസാരിച്ച് ഒരു ഇച്ചിരി സമയം കൊടുക്കുക. ഒരു പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഒഴിവാക്കി വെച്ചിട്ട് ആകാശം അടിച്ച് താഴെ പോകണില്ല. അതൊന്നും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒന്ന് നമ്മള് ഈവൻ ആള് നമ്മുടെ ലൈഫിലോട്ട് വരാൻ പോകുന്ന മൊമെന്റ് തൊട്ട് നമുക്ക് നെഗറ്റീവ് ആണ് സമയം. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒന്ന് ഡള്ളായി തുടങ്ങും, ഫൈനാൻഷ്യൽ ബ്ലോക്ക് വന്നു തുടങ്ങും, ഫിസിക്കലി നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. എന്തെങ്കിലും തടസ്സങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതെനിക്ക് നല്ലതല്ല. പതിയെ ആർക്കും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അതിനെ ഒഴിവാക്കുക. തേക്കണം എന്നല്ല, എന്തിനാ നമ്മൾ മാന്യമായിട്ട് പറഞ്ഞു ഒഴിവാക്കിക്കൂടെ? അതെ അതെ അതെ, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് വേണ്ടിയിട്ട് ആയിരിക്കരുത് മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ടത്. എത്രയോ ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, 28 വയസ്സായി മോൾക്ക്, അവൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, അവൾ മുംബൈയിൽ വലിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഹെഡ് പൊസിഷനിൽ അവൾ വർക്ക് ചെയ്യുന്ന, അവളുടെ മൈൻഡിൽ ജോലി മാത്രമേ ഉള്ളൂ, ആ കുട്ടി ഹാപ്പിയാണ്, പിന്നെ ഇവർ എന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നേ? അതായത് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കല്യാണം കഴിപ്പിക്കുക. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ ഞാനൊരിക്കലും അതിൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കഷ്ടപ്പെട്ടുകൊണ്ട് എന്തിനാ കല്യാണം കഴിക്കണേ? എല്ലാവരുടെയും വിചാരം വിവാഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നാ. ഒരിക്കലും അല്ല. കല്യാണം കഴിച്ച ഏതെങ്കിലും ആളോട് ചോദിച്ചിട്ട് നമ്മൾ 100 പേരോട് ചോദിച്ചാൽ ഒരു 90 പേരും അതിൽ പറയുക, വേണ്ട മോനെ നീ ഈ പരിപാടിക്ക് പോകണ്ടെന്നേ പറയുള്ളൂ. 10 പേരേ പറയുള്ളൂ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഹാപ്പിയാണ്, അല്ലേ? ആ 10 പേരുടെ വീട്ടിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക, ബാക്കിയുള്ളവരെല്ലാം ഹാപ്പി ആയിരിക്കും. ബാക്കിയുള്ളവർ വേറെ വഴിയിൽ ഹാപ്പി ആകുന്നുണ്ട്, അത് വേറെ കാര്യം. എന്തുകൊണ്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഇത്രയും കൂടുന്നത്? അത് അതിനോട് എനിക്കൊരു എതിർപ്പുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പം കൂടുതൽ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ വന്നിരുന്നത് പല പോഡ്കാസ്റ്റുകളിലും പറയുന്നുണ്ട്, കൂടിയിട്ടൊന്നും ഇല്ലെന്ന്. പണ്ട് ഇതുണ്ട്, ഇന്നിത് പലരും അറിയുന്നു പല ടെക്നോളജികളിലൂടെ എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമാണിയായ ഒരാൾക്ക്
നാട്ടിൽ തന്നെ 3-4 പേരിൽ മക്കളുണ്ട്. ഇവരെല്ലാം പരസ്പരം അറിയുന്നവരാണ്. ഇവരൊക്കെ സഹോദരങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഭാര്യയുടെ മക്കള് പ്രതാപികളായി ജീവിക്കുന്നു, മറ്റുള്ളവരൊക്കെ അല്ലാതുള്ള പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കും. ഇപ്പോഴത്തെ കഥയല്ല കേട്ടോ, പഴയ കഥയെ പറയുന്നത്. അവർക്ക് അയാൾ മരിച്ചു, അയാളുടെ മക്കളും മരിച്ചു, അടുത്ത തലമുറ വന്നു. അന്നൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടന്നു പോയിരുന്ന കാര്യങ്ങളാണ്. നാട്ടുപുറങ്ങളിലും രഹസ്യമായും പരസ്യമായ രഹസ്യവുമായിട്ടൊക്കെ. ഇന്ന് ആളുകളൊക്കെ പറയുന്നത് ഇത് കൂടുതൽ. അന്ന് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഭർത്താവ് വലിയ ഇൻഡിപെൻഡന്റ് അല്ലല്ലോ, വലിയ പ്രമാണിയായിരിക്കും, ഇദ്ദേഹത്തിന് പലയിടത്ത് ഉണ്ട്, ഇവർക്കത് അറിയാം. പക്ഷെ എന്ത് പറയാൻ പറ്റില്ല. പറയുമ്പോ പിറ്റേന്ന് പണിക്ക് പുറത്താവും, മക്കളെടുത്തിട്ട് പോകേണ്ടി വരും. അപ്പൊ ഇന്നങ്ങനെയല്ല. ഇന്ന് സ്ത്രീകൾ ആയാലും പുരുഷന്മാരായാലും കേട്ടോ, രണ്ടുപേർക്കായാലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാം. കാരണം സ്വന്തം കാലം നിൽക്കാമെന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ വ്യത്യാസം, പണ്ട് കൂടുതൽ വേലിയാടിക്കൊണ്ടിരുന്നത് ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ ഇന്നിപ്പോ അത് സമാസമമായി. ഭർത്താവും വേലിയാടും ഭാര്യയും വേലിയാടും എന്നൊരവസ്ഥയിലേക്ക് എത്തി. അതെ, ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാളും കൂടുതലാണ് കേട്ടോ. കാരണം പണ്ട് ഇത്രയും ടെക്നോളജി ഇല്ല, ഈ പറഞ്ഞ പോലെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ അവർക്ക് പോസിബിൾ അല്ല. സ്ത്രീകൾ വീട്ടിൻ്റെ അകത്ത് തന്നെ അല്ലേ. ഇപ്പോഴല്ലേ എല്ലാവരും വർക്ക് ചെയ്യുന്നു, ഫെസിലിറ്റീസ് ഉണ്ട് ഒരുപാട്. പിന്നെ കുറച്ചുകൂടി ധൈര്യം വന്നു, കാരണം നിയമമൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വന്നതുകൊണ്ട് അതും ഒരു പിടിപിടിയായിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ കോൾസ് വരാറുണ്ട്. എനിക്കും വരാറുണ്ട്. അല്ല, ആ കോളല്ല, എക്സ്ട്രാ മെറിറ്റഡ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ കോളല്ല വരുന്നത്. എനിക്ക് വരുന്ന പലതും ഇത് അവളിപ്പോ എന്നോട് മിണ്ടുന്നില്ല, അവനിപ്പോ എന്നെ കാണുന്നില്ല, ഇതൊന്നും. അല്ല, എന്തിനാ ഈ വശ്യം ചെയ്യുന്നവരുടെ നമ്പർ ചോദിച്ച് വിളിക്കുന്നതാ.